ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സംസാരിക്കുന്നു. തത്സമയം और मनु गौड़ जी, सच में एक बार मैंने इनसे नहीं, इनकी श्रीमती जी से, बहन जी से पूछा एक दिन कि इनका वजन इतना बढ़ गया है। मुझे चिंता हुई इनकी, मेरे मित्र भी हैं, तो उन्होंने मुझे बताया कि रात में ये 1-1.5-2 बजे खाना खाते हैं। तो मैंने कहा क्यों? बोले वो रात तक जो है ऑफिस में बैठे रहते हैं, बाहर कुछ खाते नहीं है। तो आप अंदाजा लगा सकते होंगे कि कितना इन्होंने परिश्रम किया होगा। और अजय मिश्रा जी हमारे वहाँ दिल्ली में रेजिडेंट कमिश्नर का भी काम देखते हैं, उसके अलावा अनेक अन्य विभागों में भी देखते हैं। लेकिन उसके बाद भी मैं थोड़ा आज इन सब लोगों के बारे में थोड़ा बता दूं, क्योंकि आज ये हमारा ऐसा कार्यक्रम है कि सभी को जानकारी जरूर होनी चाहिए। वैसे तो आपने गागर में सागर भर दिया, लेकिन फिर भी मुझे लगता है कि मुझे भी बोलना चाहिए। तो इन्होंने भी जो है, चाहे हमारी इस कमेटी से संबंधित अनेक मीटिंगें दिल्ली में हों, पूरी कमेटी को उसका संयोजन करके सबको एक स्थान पर लाना हो, अनेक काम इन्होंने किए। और सच में आपने कम बोला, इससे भी ज्यादा इन सब लोगों ने काम किया है। अमित सिन्हा जी ने भी इसमें जो है बहुत योगदान दिया, और जैसा आपने बताया आईटी से लेकर नियम बनाने में, नियमावली बनाने में अपना बड़ा योगदान सबने किया। इस अवसर पर उपस्थित हमारे सभी अधिकारीगण, हमारे वरिष्ठ आनंद बर्गन जी, डीजीपी साहब, सभी हमारे सुधांशु जी, हमारे गृह सचिव श्री शैलेश जी, लगातार इसका इन्होंने भी एक तरह से कोऑर्डिनेशन बनाया। और बहुत टेक्निकल चीजें थी जो कई बार आप लोग उसको चाहते थे, इसको अच्छा होने के लिए ये भी सोचते थे कि उसको अच्छा करें। धक्का मुक्की भी होती थी छोटी मोटी वो मैंने अब उसको दूसरे तरीके से कहा है। तो अनेक कोऑर्डिनेशन बनाने का काम किया सभी हमारे अधिकारीगण, सभी हमारे आए हुए अतिथिगण, और हमारे सभी मीडिया के सभी मित्र, राज्य के भी और राज्य से बाहर से भी जो हमारे नेशनल मीडिया के लोग भी आए हैं, उन सभी का, पत्रकार मित्र, छायाकार बंधु, इलेक्ट्रॉनिक मीडिया, प्रिंट मीडिया, डिजिटल मीडिया, सोशल मीडिया, मैं सभी का आज इस ऐतिहासिक अवसर पर देवभूमि उत्तराखंड में और इसके मुख्य सेवक सदन में ഉത്തരാഖണ്ഡിലെ സിവിൽ കോഡ് പ്രാബല്യത്തിൽ നിയമത്തിന്റെ അന്തിമ വിജ്ഞാപനവും UCC പോർട്ടലും പുറത്തിറക്കി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. നിലവിൽ ഡെറാഡൂണിലും മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്നിട്ടുള്ള ചടങ്ങിലാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഏകീകൃത സിവിൽ നിയമത്തിനുള്ള അന്തിമ വിജ്ഞാപനവും ഒപ്പം UCC പോർട്ടലും പുറത്തിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തെ നടപടികൾക്കൊടുവിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കും എന്നുള്ളത്. ആദ്യ മന്ത്രിസഭാ യോഗം മുതൽ തന്നെ അതിന്റെ നടപടികൾ ആരംഭിച്ചു. ഇപ്പോഴും ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി മുതൽ വിവാഹം, വിവാഹമോചനം, ഭൂമി കൈമാറ്റം, പിന്തുടർച്ചാവകാശം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും തുല്യ നിയമം എന്ന വിഷയമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സംവിധാനമായിരിക്കും ഉത്തരാഖണ്ഡിൽ നടപ്പാവുക. വ്യക്തി നിയമങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ഉറപ്പാക്കുന്ന തരത്തിലാണ് ഏകീകൃത സിവിൽ നിയമത്തിനുള്ള ചട്ടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ നടപടികളും തയ്യാറെടുപ്പുകളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉത്തരാഖണ്ഡിൽ നടന്നു വരികയായിരുന്നു. ഇന്ന് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ നിയമം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇതോടുകൂടി ഭാരതത്തിൽ
പൂർണ്ണ രീതിയിൽ UCC നടപ്പാക്കുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയിരിക്കുകയാണ്. ഏകീകൃത സിവിൽ നിയമത്തിന്റെ ഒരു ഭാഗിക രൂപം ഗോവയിൽ നിലവിലുണ്ട് എങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും തുല്യ നിയമം ഉറപ്പാക്കുന്ന UCCയുടെ ഏകീകൃത സിവിൽ നിയമത്തിന്റെ പൂർണ്ണ രൂപം ഭാരതത്തിൽ ആദ്യമായി നിലവിൽ വരുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുന്നു. ദേശീയ തലത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും ആലോചനകളും കേന്ദ്ര സർക്കാർ തലത്തിൽ മോദി സർക്കാർ പുരോഗമിക്കുമ്പോഴാണ്, ആ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ഉത്തരാഖണ്ഡ് UCC യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡിന് പുറകെ ഗുജറാത്തിലും UCC നടപ്പിലാക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിദഗ്ധ സംഘത്തെ രൂപീകരിച്ച്, വിദഗ്ധ സമിതി രൂപീകരിച്ച് ഗുജറാത്തിൽ UCC നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പരിശോധിക്കുന്നതിനുള്ള നടപടികൾ നടക്കുകയാണ്. ഏതായാലും 2022 ഉത്തരാഖണ്ഡിലെ ജനങ്ങൾക്ക്, ദേവഭൂമിയിലെ ജനങ്ങൾക്ക് BJP നൽകിയിട്ടുള്ള, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ഇന്ന് നിറവേറ്റിയിട്ടുള്ളത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ UCC നടപ്പാക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. ബില്ല് തയ്യാറാക്കുന്നതിന് വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. ആ സമിതിയുടെ ശുപാർശകൾ ഉൾക്കൊണ്ടുകൊണ്ട് ബില്ല് തയ്യാറാക്കി അത് ഉത്തരാഖണ്ഡ് നിയമസഭ പാസ്സാക്കി. ആ ബില്ലിന് ഉത്തരാഖണ്ഡ് ഗവർണറും രാജ്യത്തിന്റെ രാഷ്ട്രപതിയും അംഗീകാരം നൽകി. പിന്നീട് ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. അതിന്റെ ശുപാർശകൾ ഉൾക്കൊണ്ടു. പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങളും ശുപാർശകളും പരിഗണിച്ചുകൊണ്ടാണ് ചട്ടങ്ങൾ തയ്യാറാക്കിയത്. പിന്നീട് കരട് വിജ്ഞാപനം പുറത്തിറക്കി. അതിന്മേൽ ചർച്ചകൾ നടന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമത്തിന്റെ അന്തിമ വിജ്ഞാപനവും UCC പോർട്ടലും പുറത്തിറക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും സർക്കാർ ഒരുപോലെയാണ് കാണുന്നതെന്നും സംസ്ഥാനത്ത് എല്ലാ ജനങ്ങൾക്കും ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും തുല്യ നിയമം, വ്യക്തി നിയമങ്ങൾക്കപ്പുറത്തേക്ക് തുല്യ നിയമം ഉറപ്പാക്കും എന്നുള്ളതുമാണ് ഈ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയത്. രോഹിണി. ശരി ജിഷ്ണു. ഉത്തരാഖണ്ഡിലെ സിവിൽ കോഡ് പ്രാബല്യത്തിൽ നിയമത്തിന്റെ അന്തിമ വിജ്ഞാപനവും UCC പോർട്ടലും പുറത്തിറക്കി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.